കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ KSU പ്രവർത്തകർ നടത്തിയ കരിങ്കൊടി പ്രകടനത്തിനിടെ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന മന്ത്രി വീണ ജോർജിന്റെ ആരോഗ്യനില സംബന്ധിച്ച മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്ത്. മന്ത്രിയുടെ കഴുത്തിന് ക്ഷതമേറ്റതായാണ് റിപ്പോർട്ട്. ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം മന്ത്രിയെ പരിശോധിച്ചു. MRI സ്കാനിംഗ് നടത്തണമെന്ന് മെഡിക്കൽ ബോർഡ് അറിയിച്ചു. ഇതോടെ മന്ത്രിയെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കഴുത്തിനും കൈക്കും പരിക്കേറ്റ മന്ത്രി വീണ ജോർജ് നിലവിൽ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മന്ത്രിയുടെ കഴുത്തിൽ ബെൽറ്റിട്ടിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ആദ്യം അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച മന്ത്രിയെ പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി ICUവിലേക്ക് മാറ്റുകയായിരുന്നു. KSU പ്രവർത്തകരുടെ ആക്രമണത്തിൽ കൈക്കും കഴുത്തിനും പരിക്കേറ്റതായി മന്ത്രി പറഞ്ഞിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ KSU പ്രവർത്തകർ നടത്തിയ ആക്രമണത്തിൽ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. ആരോഗ്യമന്ത്രിക്കെതിരെയുള്ള ആക്രമണത്തിൽ 5 പേരെ അറസ്റ്റ് ചെയ്തെന്ന് DGP റവാഡ ചന്ദ്രശേഖർ അറിയിച്ചു. ആരോഗ്യമന്ത്രി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പോലീസിന്റെ വിശദമായ അന്വേഷണം തുടരുകയാണ്. KSU ജില്ലാ പ്രസിഡന്റ് അതുൽ MC നേതൃത്വത്തിലുള്ള 3-അംഗ സംഘമാണ് കരിങ്കൊടിയുമായി പ്രതിഷേധിച്ചത്. ബുധനാഴ്ച വൈകുന്നേരം 3:15 റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് കൗണ്ടറിന് സമീപം വെച്ചാണ് പ്രതിഷേധവും ആക്രമവും അരങ്ങേറിയത്. വന്ദേ ഭാരത് എക്സ്പ്രസിൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങാനായി സ്റ്റേഷനിലെത്തിയ മന്ത്രിയെ KSU പ്രവർത്തകർ തടയുകയായിരുന്നു. ഇതിനിടെയാണ് ആരോഗ്യമന്ത്രിക്ക് പരിക്കേറ്റത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആശുപത്രിയിലെത്തി മന്ത്രി വീണ ജോർജിനെ കണ്ടു. വീണ ജോർജിനെതിരെ കണ്ണൂരിലുണ്ടായ KSU ആക്രമണം കോൺഗ്രസിന്റെ ഹീന രാഷ്ട്രീയമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു.